ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്നോർമൽ സൈക്കോളജി, ബി എ സോഷ്യോളജി കോംപ്ലിമെൻ്ററി സബ്ജക്റ്റ് സൈക്കോളജി പ്രോസസ്സിൻ്റെ മൂന്നാമത്തെ സെമ്മിൽ പഠിക്കാനുള്ള തേർഡ് സെമ്മിൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് അബ്നോർമൽ സൈക്കോളജി. സോ നമ്മൾ വലിയ ഇൻട്രൊഡക്ഷനുകളൊന്നും ഇല്ലാതെ പാഠത്തിലേക്ക് കിടക്കാം. ഓക്കെ, കൺസെപ്റ്റ് ഓഫ് നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി. എന്താണ് നോർമൽ, എന്താണ് അബ്നോർമൽ? നമ്മൾ ഒരു വ്യക്തി എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അബ്നോർമലായിട്ട് സംസാരിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ അവർ മെൻ്റലായിട്ട് താഴ്ന്ന ആളുകളായിരിക്കും. അതായത് മന്ദബുദ്ധിയുള്ള ആളുകൾ, അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ കുറേ ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മൾ അബ്നോർമൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അബ്നോർമൽ മൈൻഡാണ് എന്നൊക്കെ പറയില്ലേ, ആ സംഭവമാണ് ഇവിടെ അബ്നോർമൽ എന്ന് പറയുന്നത്. പക്ഷേ സൈക്കോളജിക്കൽ ചിന്തകന്മാർ അവർ ഇതിനെ പല രീതിയിലായിട്ടും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ ഒരു വ്യാഖ്യാനങ്ങളിലേക്കാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ നോക്കുന്നത്. സോ നോർമൽ സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി എന്താണ്? അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ ദ സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ആൻഡ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ അബ്നോർമൽ പീപ്പിൾ. അതായത് അബ്നോർമൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ സ്വഭാവം, ആ ഒരു സ്വഭാവവും അതേപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസും, എങ്ങനത്തെ മനുഷ്യനാണ് അബ്നോർമൽ പീപ്പിൾ. ഒരു അബ്നോർമൽ മനുഷ്യന്മാരുടെ സ്വഭാവത്തെക്കുറിച്ചും അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചുമുള്ള പഠനത്തെയാണ് എന്ത് പറയുന്നത്? അബ്നോർമൽ സൈക്കോളജി. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുക, ദ സ്റ്റഡി ഓഫ് ദ ബിഹേവിയർ ആൻഡ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ അബ്നോർമൽ പീപ്പിൾ. ഓക്കെ, അടുത്തതായിട്ട് നമുക്കറിയാം ദ ടേം നോർമൽ ഡൈവഡ് ഫ്രം ദ വേർഡ് നോർമ. നോർമ എന്ന് കാർപ്പൻ്റർ സ്ക്വയർ, അതായത് കാർപ്പൻ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മളെ ആശാരിയുടെ പണിസ്ഥലം എന്ന് പറയില്ലേ, അതാണ് നോർമയുടെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, കാർപ്പൻ്റർ സ്ക്വയർ. സെവറൽ അറ്റംപ്റ്റ് ഹാസ് ബീൻ മെയ്ഡ് ഫോർ ഡിസ്ക്രൈബിങ് വാട്ട് ഈസ് നോർമൽ ആൻഡ് അബ്നോർമൽ. നമുക്കറിയാം പല രീതിയിലുള്ള അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. നോർമൽ എന്താണ്, അബ്നോർമൽ എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ള അറ്റംപ്റ്റുകളാണ് ഇനി ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അതിലേക്ക് നമുക്ക് പോകാം. നോർമാലിറ്റി ആൻഡ് അബ്നോർമാലിറ്റി ഓഫ് ക്രൈറ്റീരിയ. നോർമാലിറ്റിയുടെയും അബ്നോർമാലിറ്റിയുടെയും ക്രൈറ്റീരിയകളാണ് പറയുന്നത്. രണ്ട് തരം ഡിഫറെൻറ്റ് ക്രൈറ്റീരിയകളാണുള്ളത്. ഒന്ന് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ക്രൈറ്റീരിയകളാണുള്ളത്. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയ ആൻഡ് എക്സ്പ്ലനറ്ററി ക്രൈറ്റീരിയ എന്ന് രണ്ട് ക്രൈറ്റീരിയകളാണുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. എന്നാൽ descriptive criteria try to describe which behavior is normal, which is abnormal. അതായത് ഏത് ബിഹേവിയർ ആണ് നോർമൽ എന്നും ഏത് ബിഹേവിയർ ആണെന്ന് അബ്നോർമൽ എന്നും ഡിസ്ക്രൈബ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന ഒരു സംഭവമാണ് ഡിസ്ക്രിപ്റ്റീവ് criteria. And next one is explanatory criteria. Tell us അതെന്താണ്, why behavior is abnormal. എന്തുകൊണ്ടാണ് ബിഹേവിയർ അബ്നോർമലായി മാറുന്നത് എന്നതിനെ കുറിച്ച് പറയുന്ന ഒരു ക്രൈറ്റീരിയയാണ് അത് എക്സ്പ്ലനറ്ററി ക്രൈറ്റീരിയ. അപ്പോൾ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയയിലേക്ക് പോകാം. എന്നാൽ ഈ ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയയിൽ നോർമലും അബ്നോർമലും, ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നോർമലും അബ്നോർമലും കൺക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു ബിഹേവിയർ. ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയയെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് തരമാക്കി മാറ്റാം. ഒന്ന് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ, അതേപോലെ തന്നെ നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ. ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്രൈറ്റീരിയയെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയയും നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയയുമാക്കാം. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അക്കോർഡിംഗ് ടു ക്രൈറ്റീരിയ ആവറേജ്, ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്രൈറ്റീരിയയിൽ ആവറേജ് ലെവലിൽ നിൽക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യും, നോർമൽ എന്ന് പറയും. എന്നാൽ ആവറേജ് ലെവലിൽ നിന്ന് ഡൈവേർട്ട് ആയി പോകുന്നതിനെ നമ്മൾ എന്ത് പറയും, അബ്നോർമൽ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ
അപ്പം അതെങ്ങനെ പറയുന്നത് വെച്ചാൽ, അത് നമ്മളൊരു ബെൽ കർവിൻ്റെ പിന്നെ താഴ്ന്ന ഭാഗം അതെന്താണ് ആവറേജും, അതിൻ്റെ അതിൻ്റെ എക്സ്ട്രീം ലെവൽ എന്താണ്, എക്സ്ട്രീം ലെവലിനെ നമ്മൾ എന്ത് പറയുന്നു, അതിനെ പിന്നെ അപ് നോർമൽ എന്ന് പറയുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്. എന്നാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, അറിയാവോ? കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് വരുന്നുണ്ട്. കാരണം ഇപ്പം പിന്നെ എനി ഡൈവേഷൻ ഫോർ ദ ആവറേജ് ഈസ് അപ് നോർമൽ. എല്ലാ ഡൈവേഷൻസും, അതായത് ഈ എല്ലാ മാറ്റങ്ങളും ഉണ്ടാവില്ലേ, ഈ ആവറേജ് ലെവലിൽ നിന്നാവുന്ന മാറ്റങ്ങളൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന ആളുകൾക്ക് അപ് നോർമലായി മാറും. ഇവർ ആവറേജ് ലെവൽ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നിന്ന് ഒരാൾ ചെറുതായിട്ടൊന്ന് മാറുമ്പോൾ തന്നെ അതിനവിടെ മാറ്റം വരും. ആ മാറ്റം സംഭവിക്കുന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹം അബ്നോർമലാവും. മനസ്സിലായോ? അതൊന്ന്. രണ്ടാമത്തത്, ദ ജീനിയസ് വുഡ് ബി ആസ് അബ്നോർമൽ ആസ് എ മെന്റലി റിറ്റാർട്ടഡ് പേഴ്സൺസ്. അതായത് ഈ മെന്റലി അസുഖമുള്ള ആളുകളെ പോലെയാവും ജീനിയസ് പീപ്പിൾ. കാരണം ആവറേജിൽ നിന്നും മുകളിലാണല്ലോ, ആവറേജിൽ നിന്നും വ്യത്യാസമാണല്ലോ എന്ത് ഇവരുടെ സ്വഭാവം, ബിഹേവിയർ. അപ്പോൾ ഇവരും അബ്നോർമലാണ് എന്നല്ലേ ഇതിനർത്ഥം? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിന്റെ ഒരു ഫാൾസ് ആണത്, കഴിയില്ല. ഓക്കെ, അതേപോലെ തന്നെ വി ഓൾ ആർ ഡൈവേർട്ടഡ് ഫ്രം വൺ അനദർ ഇൻ സം ഡിമെൻഷൻ. അറിയാലോ, എല്ലാ ആളുകളുടെയും ബിഹേവിയർ എന്നുള്ളത്, അതിൻ്റെ കണക്ക് എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്നും എന്താണ്, വ്യത്യസ്തമാണ്. അപ്പം അവരും എന്താവും, അബ്നോർമലാവും. മനസ്സിലായോ? അതേപോലെ തന്നെ ടു ഇൻഡിവിജ്വൽസ് ലൈക്ക് ഇൻട്രസ്റ്റ് ആൻഡ് എബിലിറ്റി. കാരണം എന്താ, രണ്ടാളുകൾ ഒരിക്കലും എന്താവുകയില്ല, ഒരുപോലെ ആവുകയില്ല. അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ്, അതേപോലെ തന്നെ എബിലിറ്റി എല്ലാം തന്നെ എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താവും, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. ഓക്കെ, അതാ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്നുള്ളത് എന്തല്ല, അത് പ്രയോഗികമല്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിലേക്ക് വന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ 4 എണ്ണമാണ്. എത്തിക്കൽ ഓർ മോറൽ ആൻഡ് ക്രൈറ്റീരിയ ഓഫ് സോഷ്യൽ കൺഫോമിറ്റി, അതുപോലെ തന്നെ ക്രൈറ്റീരിയ ഓഫ് ലീഗൽ പെർഫെക്ഷൻ ആൻഡ് ലീഗൽ ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഫസ്റ്റ് നമുക്ക് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അതിൽ പറയുന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത്. എത്തിക്കൽ മോറൽ എന്ന് പറയുമ്പോൾ ആ ഒരു സംഭവത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ, എ പേഴ്സൺ ഈസ് കൺസിഡർഡ് ടു ബി അബ്നോർമൽ. ഒരു പേഴ്സണെ അബ്നോർമൽ എന്നായിട്ട് കൺസിഡർ ചെയ്യുന്നെങ്കിൽ, അബ്നോർമൽ എന്നായിട്ട് അദ്ദേഹത്തെ മുദ്ര കുത്തുന്നത് എങ്ങനെയാണ്, ഇഫ് ഹി ഓർ ഷീ ആക്ട് ഇൻ ഇമ്മോറാലിറ്റി, അധാർമികമായിട്ട് പെരുമാറുമ്പോഴാണ് ഒരു പേഴ്സണെ നമ്മൾ അബ്നോർമൽ എന്ന് പറയുന്നത്. എ പേഴ്സൺ ആക്ട് അപ്രോപ്രിയേറ്റ് ആൻഡ് ഡിസയറബിൾ ഫ്രം ദ വ്യൂ ഓഫ് എത്തിക്കൽ മൊറാലിറ്റിയുടെ, അതായത് ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട്, അതല്ലെങ്കിൽ ഡിസയർ ആയിട്ട്, നല്ല രീതിയിൽ ഡിസയർ ആയിട്ട് അവർ ചെയ്യുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അതെന്താണ്, നോർമൽ എന്നാണ് പറയുന്നത്. അവരെ നോർമൽ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ ഈ ഒരു ഇതിനൊരു ഡിഫക്റ്റ് ഉണ്ട്, ഒരു എന്തുണ്ട്, ഡിഫക്റ്റ് അല്ലേ, കുറച്ച് ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം മൊറാലിറ്റി ഈസ് നോട്ട് അബ്സല്യൂട്ട് കൺസെപ്റ്റ്. മൊറാലിറ്റി എന്ന് പറയുന്നത് എന്തല്ല, ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള കൺസെപ്റ്റ് അല്ല. കാരണം അതെന്താ വെച്ചാൽ ഇറ്റ് മേ ബി ചേഞ്ച് ഫ്രം പ്ലേസ് ടു പ്ലേസ് ആൻഡ് ടൈം ടു ടൈം. ഈ ഒരു ധാർമ്മികത എന്ന് പറയുമ്പോൾ അത് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാധനമല്ല. കാരണം അത് ടൈം ടു സമയാക്രമമായിട്ടും, അതല്ലെങ്കിൽ സ്ഥലബോധം, ആ ഒരു കാരണങ്ങളുടെ ഫലമായിട്ട് മൊറാലിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സൊസൈറ്റി ഹാവ് ഡിഫറെൻറ്റ് കൾച്ചർ, ദ ഡിഫറെൻറ്റ് കൾച്ചർ ഹാവ് മൊറാലിറ്റി, ഇറ്റ് മേ ബി ചേഞ്ച്ഡ് ഇറ്റ് ടു അതർ. അതായത് ഒരു സൊസൈറ്റിയിൽ കുറേ കൾച്ചർ ഉണ്ടാവും. ഓരോ കൾച്ചറിനും ഓരോ ധാർമ്മികത ഉണ്ടാവും. ഓരോ ധാർമ്മികത വരുമ്പോൾ അവിടെ എന്തുണ്ടാവും, ബിഹേവിയറിൽ ചിലർ അബ്നോർമലാവും. നമുക്കൊരു സ്റ്റേബിൾ ആയിട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഒരു സംഭവമാണ്
ക്രൈറ്റീരിയൻ ഓഫ് ദ സോഷ്യൽ കൺഫോമിറ്റി. അതായത് സോഷ്യൽ കൺഫോമിറ്റിയുടെ ക്രൈറ്റീരിയ. അത് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ സോഷ്യലായിട്ട് ജീവിക്കുകയാണ്. ആ സോഷ്യൽ നോംസുകൾ ഉണ്ടാവും, നിയമങ്ങളുണ്ടാവും. സോഷ്യൽ നോംസിനെ നമ്മൾ വയലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അബ്നോർമൽ എന്ന് പറയുന്നു എന്നാണ്. സോഷ്യൽ നോംസ് സോഷ്യൽ നോംസിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് അബ്നോർമൽ എന്നാണ് പറയുന്നത്. അതായത് അതിന് ഉദാഹരണം പറയുന്നത് വെയറിങ് എ ഷോർട്ട് ടോപ്പ്, ടൈറ്റ് ജീൻസ്, സ്ലീവ്ലെസ് ബ്ലൗസ്, സോഷ്യൽ അപ്രോപ്രിയേറ്റ്, അതേപോലെ തന്നെ അപ്രൂവ്ഡ് ആർ എൽ സീസ് ലേബിൾഡ് അബ്നോർമൽ. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ എന്താണ്, അബ്നോർമൽ ആയിട്ടുള്ള വ്യക്തികളാണ്. ബ്ലൗസ്, സ്ലീവ്ലെസ് ബ്ലൗസ് ധരിക്കുന്നവർ, ഷോർട്ട് ടോപ്പ് ധരിക്കുന്നവർ, അതേപോലെ തന്നെ ടൈറ്റ് ജീൻസ് ധരിക്കുന്നവരൊക്കെ സോഷ്യൽ നോംസിന് എതിരായിട്ടാണ്, വയലേറ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇവരെന്താണ്, അബ്നോർമൽ ആണ് എന്നാണ് ഈ ഒരു ക്രൈറ്റീരിയനിൽ പറയുന്നത്. നെക്സ്റ്റ് ക്രൈറ്റീരിയൻ ആണ് ലീഗൽ പെർഫെക്ഷൻ. നോർമൽ കൺസെപ്റ്റ് ഇക്വേറ്റ് വിത്ത് പെർഫെക്ഷൻ ആൻഡ് ഐഡിയൽ ബിഹേവിയർ. ഒരു ഐഡിയൽ ബിഹേവിയറോട് കൂടി പെർഫെക്ഷനുമായിട്ട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നോർമലാണ്. അതിനെതിരായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്, അബ്നോർമൽ ആണ് എന്ന് പറയുന്നത്. ഇനി ലീഗൽ ക്രൈറ്റീരിയ അടുത്താണ് ലീഗൽ ക്രൈറ്റീരിയ. ഈ ലീഗൽ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ദ ലോ അബെൻഡിങ് സിറ്റിസൺ ഈസ് നോർമൽ. ഒരു ലോ അംഗീകരിക്കുന്നവരാണെങ്കിൽ അത് നോർമൽ ആയിരിക്കും. ലോ വയലേറ്റ് ചെയ്യുന്നവരായിരിക്കണം എന്തായിരിക്കും, അബ്നോർമൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഡിസ്ക്രിപ്റ്റീവും പറഞ്ഞു, അതേ ഡിസ്ക്രിപ്റ്റീവിൽ എന്തൊക്കെ പറഞ്ഞു, സ്റ്റാറ്റിസ്റ്റിക്കൽ പറഞ്ഞു, നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ്, എക്സ്പ്ലനേറ്ററി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന നമ്മൾ പറഞ്ഞല്ലോ എക്സ്പ്ലനേറ്ററി മെത്തേഡാണ്. എക്സ്പ്ലനേറ്ററി ക്രൈറ്റീരിയ, മെത്തേഡല്ല. അതിൽ പറയുന്നത് പാത്തോളജിക്കൽ, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്. ഈ ഒരു 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം എക്സ്പ്ലനേറ്ററി മെത്തേഡിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് മെത്തേഡിൽ സ്റ്റാറ്റിസ്റ്റിക്കലും അതേപോലെ തന്നെ നോൺ സ്റ്റാറ്റിസ്റ്റിക്കലും. എക്സ്പ്ലനേറ്ററി മെത്തേഡിൽ വരുന്നതാണ് പാത്തോളജിക്കൽ, അതേപോലെ തന്നെ സൈക്കോളജിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്. പാത്തോളജിക്കൽ എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ അനുസരിച്ച് നമ്മളുടെ സ്വഭാവം, ബിഹേവിയർ എന്താവുന്നു, അബ്നോർമലായി മാറുന്നു. ചില ആളുകളുടെ കണ്ടില്ലേ, നെർവസ് സിസ്റ്റം ബ്രൂണാറ്റിക്കലായിട്ടുള്ള സിസ്റ്റത്തിൻ്റെ മാറ്റമുണ്ടാവുകയും അതേപോലെ തന്നെ നമ്മുടെ പിന്നെ MR, അതായത് നമ്മുടെ മെൻ്റൽ റിട്ടയർമെൻറ്റ്, അതായത് മെൻ്റലായിട്ടുള്ള ചില കാര്യങ്ങൾ, മെൻ്റൽ റിട്ടായർമെൻറ്റ് ഉണ്ടാവില്ല, MR, ബുദ്ധിമാന്യമുള്ള ആളുകൾ, അങ്ങനത്തെ ആളുകൾക്കൊക്കെ ഈ അബ്നോർമലായിട്ട് പെരുമാറാനുള്ള കാരണം എന്താണ്, പാത്തോളജിക്കലായിട്ട് ആണ് കാരണം. അവരുടെ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചുകളാണ് എന്നാണ് പറയുന്നത്. ഇനി സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞത് ഈ ഒരു അബ്നോർമൽ ബിഹേവിയർ എന്ന് പറഞ്ഞത് ഒരു സൈക്കോളജിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. കാരണം ഇൻഡിവിജ്വൽസിന് കഴിയുന്നില്ല, അവരുടെ ഈ ഒരു ദേഷ്യം അടക്കി പിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു കാരണം എന്നുള്ളതാണ്. ഇതൊരു സൈക്കോളജിക്കലി ഹാൻഡിക്യാപ്ഡ് ആണ്. ഹാൻഡിക്യാപ്ഡ് ആണ് ഈ ഒരു എന്ന് പറഞ്ഞത് അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു പേഴ്സൺ എന്ത് തന്നെ സംഭവിച്ചാലും അതിനെ ആ ഒരു എന്താ ചെയ്യുക, ആ ഒരു എൻവറോൺമെന്റ് അനുസരിച്ച്, ആ ഒരു സാഹചര്യം അനുസരിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ബിഹേവിയറിനെയാണ് നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ബിഹേവിയറിനെയാണ് നമ്മൾ അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത്. സോഷ്യൽ എൻവറോൺമെന്റ് അനുസരിച്ച്, സോഷ്യൽ ഓരോ പ്രശ്നങ്ങൾ അനുസരിച്ച് നമ്മുടെ മൈൻഡിനെ, നമ്മുടെ ബിഹേവിയറിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ നോർമൽ എന്നും, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകളെ അബ്നോർമൽ എന്ന് വിളിക്കുന്നു. അത്രയേ ഉള്ളൂ ഈ ഒരു മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.